നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. തിരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്നോ തോൽക്കുമെന്നോ താൻ ഒരിക്കലും അവകാശവാദം ഉന്നയിച്ചിട്ടില്ലെന്നും 400-ൽ അധികം സീറ്റ് നേടുമെന്ന് ആദ്യം പറഞ്ഞത് ജനങ്ങളാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 400-ലധികം ലോക്സഭാ സീറ്റുകൾ എന്ന BJPയുടെ പ്രധാന മുദ്രാവാക്യത്തിൻ്റെ ഉത്ഭവം വിശദീകരിക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ തുറന്നുപറച്ചിൽ. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും അധികാരത്തിലെത്തിയാൽ അയോധ്യയിലെ രാമക്ഷേത്രം ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാമക്ഷേത്ര വിധി അട്ടിമറിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ബുൾഡോസർ എവിടെ ഉപയോഗിക്കണമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കണ്ടുപഠിക്കണമെന്നും മോദി പറഞ്ഞു. സമാജ്വാദി പാർട്ടിക്ക് വോട്ട് ചെയ്താൽ രാംലല്ല വീണ്ടും ടെന്റിനുള്ളിലാകുമെന്നും രാമക്ഷേത്രം തച്ചുടയ്ക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉത്തർപ്രദേശിലെ ബറാബങ്കിൽ നടന്ന റാലിയിലാണ് പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസംഗം. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ അയോധ്യയിലെ രാമക്ഷേത്രം ബുൾഡോസർ വെച്ച് തകർക്കുമെന്നും മോദി നേരത്തെ പറഞ്ഞിരുന്നു. NDA രാജ്യത്തിൻ്റെ വികസനത്തിനായി പ്രവർത്തിക്കുമ്പോൾ ഇന്ത്യ സഖ്യം അസ്വസ്ഥതകൾ സൃഷ്ടിക്കുകയാണെന്നും തെരഞ്ഞെടുപ്പിന് പിന്നാലെ സഖ്യം ചീട്ടുകൊട്ടാരം പോലെ തകരുമെന്നും മോദി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ രാജസ്ഥാനിൽ ഏപ്രിൽ 21-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ പ്രസംഗത്തിനെതിരായ പരാതിയിൽ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് ഡൽഹി ഹൈക്കോടതി. നടപടി റിപ്പോർട്ട് സമർപ്പിക്കാൻ സഗേദ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കാർത്തിക് തബാരിയെ ഡൽഹി പോലീസിന് നിർദ്ദേശം നൽകി. ഡൽഹി മദ്യനയ കേസിൽ ആദ്മി പാർട്ടിയെയും പ്രതി ചേർത്ത് ED. ആദ്യമായാണ് ഒരു അഴിമതി കേസിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതി ചേർക്കുന്നത്. സുപ്രീം കോടതിയിലാണ് ED ഇക്കാര്യം വ്യക്തമാക്കിയത്. അഴിമതി പണം EDയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിച്ചെന്ന് കണ്ടെത്തിയിരുന്നു. ആദ്മി പാർട്ടിയെയും പ്രതി ചേർത്ത സാഹചര്യത്തിൽ പാർട്ടിയുടെ അംഗീകാരം റദ്ദാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അന്വേഷണ ഏജൻസിക്ക് ആവശ്യപ്പെടാനാകും. ഒരു രാജ്യം ഒരു നേതാവ് എന്നത് മോദിയുടെ ഗൂഢപദ്ധതിയെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. പ്രതിപക്ഷ നേതാക്കളെ ജയിലിലടച്ചാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ വിജയിച്ചത്. മോദിയും അതുതന്നെയാണ് ചെയ്യുന്നത്. പ്രതിപക്ഷ നേതാക്കളെ മാത്രമല്ല സ്വന്തം പാർട്ടിയിലെ നേതാക്കളെയും മോദി ഒതുക്കുകയാണെന്ന് മുംബൈയിൽ നടന്ന മഹാവികാസ് അഘാഡി റാലിയിൽ കെജ്രിവാൾ തുറന്നടിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയതിനിടെ ഇന്നലെ വൈകിട്ട് ഡൽഹിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കനയ്യകുമാറിനെതിരെ ആക്രമണം. മാല അണിയിക്കാൻ എന്ന പേരിൽ എത്തിയ 2 യുവാക്കളാണ് കനയ്യകുമാറിനെ ആക്രമിച്ചത്. കനയ്യകുമാർ രാജ്യത്തെ ഭിന്നിപ്പിക്കുന്നുവെന്നും സൈനികർക്കെതിരെ സംസാരിക്കുന്നുവെന്നുമാണ് ആക്രമിക്കാനെത്തിയ യുവാക്കൾ വിളിച്ചു പറഞ്ഞു. ആക്രമണത്തിന് പിന്നിൽ BJP നേതാവ് മനോജ് തിവാരിയുടെ അനുയായികളാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റ് ചില ഇളവുകൾ നൽകി പുനരാരംഭിക്കുന്നതിന് തീരുമാനമായി. ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറക്കി. റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിനും കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കി. യൂണിയനുകളുമായി ഗതാഗത മന്ത്രി നടത്തിയ ചർച്ചയിൽ നിർദ്ദേശങ്ങളിൽ ചില ഇളവുകൾ നൽകിയാണ് ടെസ്റ്റ് പുനരാരംഭിക്കാൻ തീരുമാനമായതെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ വ്യക്തമാക്കി. മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിൻ്റെ ആരോപണം ഭാവനയുടെ ഭാഗം മാത്രമാണെന്ന് ജോൺ ബ്രിട്ടാസ് MP. സമരം നിർത്താനായി തന്നെ ബന്ധപ്പെട്ടത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിലായിരുന്നു വിളിച്ചത്. ദയവ് ചെയ്ത് സമരം അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ഇക്കാര്യം CPM നേതൃത്വത്തെ അറിയിക്കാൻ തന്നോട് പറഞ്ഞു. തിരുവഞ്ചൂരിൻ്റെ സ്ക്രിപ്റ്റാണ് ജോൺ മുണ്ടക്കയം ഇപ്പോൾ പറയുന്നതെന്നും താൻ മാധ്യമപ്രവർത്തകനായല്ല അതിൽ പങ്കാളിയായതെന്നും ബ്രിട്ടാസ് വ്യക്തമാക്കി. ജോൺ മുണ്ടക്കയത്തിൻ്റെ ലേഖനം വായിച്ചുവെന്നും പറഞ്ഞത് ശരിയാണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തലസ്ഥാനത്ത് വലിയ ജനക്കൂട്ടം തടിച്ചുകൂടുന്നത് ഒഴിവാക്കാനായിരുന്നു ശ്രമം. ഇതിൻ്റെ ഭാഗമായി ഇരുപക്ഷവും സംസാരിച്ചിരുന്നു. സമരം ഒത്തുതീർക്കൽ ഒരു നിർദ്ദേശം വന്നു. അതിനോട് സർക്കാർ പോസിറ്റീവായി തന്നെ പ്രതികരിച്ചുവെന്നും തിരുവഞ്ചൂർ വ്യക്തമാക്കി. സോളാർ സമരത്തിൽ ജോൺ മുണ്ടക്കയത്തിൻ്റെ വെളിപ്പെടുത്തലിനെ പറ്റി അറിയില്ലെന്നും കൂടുതൽ പ്രതികരണത്തിന് ഇല്ലെന്നും തോമസ് ഐസക് പ്രതികരിച്ചു. എന്നാൽ സോളാർ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ സമരം CPMന് ഒത്തുതീർക്കേണ്ട കാര്യമില്ലെന്ന് CPM നേതാവ് MV ജയരാജൻ വ്യക്തമാക്കി. CPMന് എതിരായ പ്രചാരണ വേലയായി മാത്രമേ ഇതിനെ കാണുന്നുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. ജോൺ മുണ്ടക്കയത്തിൻ്റെ വെളിപ്പെടുത്തൽ സംസ്ഥാനത്തെ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിൻ്റെ തെളിവാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. BJP ഇത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. സോളാറിൽ ജനങ്ങളെ വഞ്ചിച്ച പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല. ബാർക്കോഴ കേസ്, പാലാരിവട്ടം കേസ് തുടങ്ങിയ മാസപ്പടി കേസിൽ വരെ ഇടത് വലത് അവിശുദ്ധ ബന്ധം കേരളം കണ്ടതാണ്. അഴിമതിയും ഒത്തുതീർപ്പും മാത്രമാണ് 2 മുന്നണികളുടെയും കൈമുതലെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു.
തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്തും. KSRTC ഡ്രൈവർ യദു ലൈംഗിക അധിക്ഷേപം നടത്തിയെന്നടക്കം മേയർ പരാതിപ്പെട്ടിരുന്നു. ഈ കേസിലാണ് മേയറുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ കുട്ടിയുടെ നാവിന് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലെന്ന് പ്രശ്നമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞത് വിഷയം വിവാദമായതിനു ശേഷം മാത്രമാണെന്ന് കുട്ടിയുടെ അമ്മ വ്യക്തമാക്കി. നാവിന് കുഴപ്പമുണ്ടെങ്കിൽ മറ്റ് പരിശോധനകൾ നടത്താതെ എങ്ങനെ ശസ്ത്രക്രിയയിലേക്ക് കടക്കുമെന്നും അമ്മ ചോദിച്ചു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ബൂത്ത് കമ്മിറ്റികൾക്ക് നൽകാൻ ഏൽപ്പിച്ച പണം ചില മണ്ഡലം പ്രസിഡന്റുമാർ മുക്കിയെന്നും പണം തട്ടിയെടുത്തവരെ അറിയാമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് ബ്ലോക്ക് കമ്മിറ്റിക്ക് കൊടുക്കേണ്ട പൈസയും മണ്ഡലം കമ്മിറ്റിക്ക് കൊടുക്കേണ്ട പൈസയും കൃത്യമായി കൊടുത്തു. എന്നാൽ ബൂത്ത് കമ്മിറ്റികൾക്ക് കൊടുക്കാൻ നൽകിയ പണമാണ് ചില മണ്ഡലം പ്രസിഡന്റുമാർ മുക്കിയതെന്നും ആരെയും വെറുതെ വിടുന്ന പ്രശ്നമില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ DCC ഓഫീസിൽ നടന്ന പരിപാടിക്കിടെ വ്യക്തമാക്കി. പന്തിരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതിയായ രാഹുലിനെ ഇന്റർപോളിന്റെ സഹായത്തോടെ നാട്ടിലെത്തിക്കാൻ കേരള പോലീസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സഹായം തേടി. രാഹുൽ ജർമ്മൻ പൗരത്വം നേടിയ ആളായതിനാൽ ഇയാളെ നാട്ടിലെത്തിക്കാൻ സമയമെടുക്കുമെന്നാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം കേസിൽ അറസ്റ്റിലായ രാഹുലിന്റെ സുഹൃത്ത് രാജേഷിനെതിരെ പ്രതിയെ നാട് കടക്കാൻ സഹായിച്ചതിനുള്ള വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസിൽ നിന്ന് അന്തരിച്ച നമ്പി രാജേഷിൻ്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര വ്യോമയാന മന്ത്രിക്ക് കത്തയച്ച് മന്ത്രി വി ശിവൻകുട്ടി. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ നിരുത്തരവാദപരമായ പ്രവൃത്തികൾ മൂലമാണ് ഭാര്യ അമൃതയ്ക്ക് ഭർത്താവ് രാജേഷിന് അവസാനമായി കാണാനുള്ള അവസരം നഷ്ടമായതെന്ന് കത്തിലൂടെ മന്ത്രി അറിയിച്ചു. മലപ്പുറം ജില്ലയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന ക്വാറികളുടെയും ക്രഷറുകളും സംബന്ധിച്ച വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ജില്ലാ ഭരണകൂടത്തെ അറിയിക്കാമെന്ന് ജില്ലാ കളക്ടർ. ക്രമക്കേടുകൾ തടയാൻ ജില്ലാ ഭരണകൂടം കർശന നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. കാഞ്ഞങ്ങാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി സ്വർണം കവർന്ന കേസിൽ കുട്ടി പീഡനത്തിനിരയായെന്ന് മെഡിക്കൽ റിപ്പോർട്ട്. പ്രതിയെ ഇതുവരെ പോലീസ് പിടികൂടാനായിട്ടില്ല. കുട്ടി കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇന്നലെ പുലർച്ചെ 3 മണിയോടെ ഉറങ്ങാൻ കിടന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കമ്മൽ കവർന്നതിനു ശേഷം ഉപേക്ഷിക്കുകയായിരുന്നു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.